പുതുവത്സരാഘോഷം മുതലെടുക്കാൻ സൈബർ ക്രിമിനലുകൾ പുതിയ രീതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് വാട്സപ്പിൽ ലഭിക്കുന്ന ഈ കാർഡ് ആകാം നിങ്ങളുടെ ബാങ്ക് ബാലൻസുമായി പോകുന്നതെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. പ്രലോഭനകരമായ ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുന്ന സമ്മാന പദ്ധതികളുള്ള ഓട്ടോമേറ്റഡ് കോൾ ലഭിക്കുകയാണെങ്കിലും ഇതേ തട്ടിപ്പിന് നിങ്ങൾ ഇരയാക്കപ്പെടും. നിഷ്കളങ്കമെന്ന് തോന്നുന്ന ഇത്തരം പുതുവത്സരാശംസാ സന്ദേശങ്ങളിൽ പ്രലോഭിതരാകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതോ ആരെങ്കിലും നിഷ്കളങ്കമായി ഫോർവേഡ് ചെയ്യുന്നതോ ആയ ഇത്തരം ആശംസാ കാർഡുകൾ APK ഫയലുകളെയാണ് ആശ്രയിക്കുന്നത്. ഇത്തരം ഫയലുകൾ തുറക്കുന്നതോടെ APK ഫയലുകൾ നിങ്ങളുടെ മൊബൈലുകളിൽ ഡൗൺലോഡ് ആകുകയും മൊബൈലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അനധികൃത ആപ്ലിക്കേഷനുകൾ മൊബൈലുകളിൽ പ്രവേശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഹാക്കർമാർ സജീവമാവുകയും മൊബൈലിൽ നിന്ന് കോൺടാക്റ്റ് ലിസ്റ്റ്, ഫോട്ടോ ഗാലറികൾ, ബാങ്കിംഗ് വിശദാംശങ്ങൾ അടക്കമുള്ള രഹസ്യവിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതോടെ OTPകൾ, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വിശദാംശങ്ങൾ, ബാങ്കിംഗ് വിവരങ്ങൾ തുടങ്ങിയ നിർണായക ഡാറ്റകളെല്ലാം നിങ്ങളറിയാതെ തന്നെ മോഷ്ടാക്കൾ മോഷ്ടിക്കപ്പെടുന്നു. ഇത്തരം അപകടകാരികളായ പുതുവത്സര കാർഡുകളെക്കുറിച്ച് ബോധപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ജോധ്പൂർ IGP വികാസ് കുമാറാണ് മാധ്യമങ്ങൾക്ക് ഇത്തരം സന്ദേശങ്ങൾ അപകടകാരിയാണെന്ന് മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം വിശ്വസിക്കാവുന്ന ഒരാളിൽ നിന്നാണെങ്കിൽ അത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക. അതല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുവാനോ ശ്രമിക്കരുതെന്നും അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ കൂടുതലായും വാട്സപ്പുകളിലൂടെയാണ് എത്തുന്നതെന്നും ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയോ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.